Hi dear students, let's talk history. So, today we are going to discuss about the topic gender in Indian perspectives. Okay, എല്ലാവരും ജനറൽ എസ്സേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പറാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഞാൻ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു ജെൻഡർ ഇഷ്യൂസ് ആണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ എസ്സേ എഴുതി തകർക്കാൻ പറ്റിയ പേപ്പർ. അപ്പോൾ നമുക്ക് ജെൻഡർ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ് എന്ന പേപ്പറിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കുക. നമ്മൾ എല്ലാ ടോപ്പിക്കുകളുടെയും ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. കാണാത്തവർ വേഗം പോയിട്ട് എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രിപ്പയർ ചെയ്ത് ഷോർട്ട് നോട്ടൊക്കെ എഴുതി വേഗം പഠിക്കാൻ തുടങ്ങിക്കോളുക. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടെ മാറിയിട്ടുണ്ട്. എക്സാമിന് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. നമ്മുടെ ഫസ്റ്റ് എക്സാം ആയിരുന്ന ഏതായിരുന്നു ഫസ്റ്റ് എക്സാം? മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യയിലായിരുന്നോ? അത് മാറിയിട്ടുണ്ട്. 27th ഉണ്ടായിരുന്ന എക്സാം ഏപ്രിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആശ്വാസത്തോടെ ഈ ബുക്ക് മടക്കി വെച്ച് പോവണ്ട, പഠിക്കാൻ തുടങ്ങിക്കോളുക. കുറച്ച് ടൈം കൂടെ കിട്ടുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലാഘവത്തോടെ ഇരിക്കും. അങ്ങനെ ഇരിക്കേണ്ട ആരും, എല്ലാവരും തന്നെ പഠിക്കാൻ തുടങ്ങിക്കോളുക കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂള് ജെൻഡർ ഇഷ്യൂസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ജെൻഡർ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ജെൻഡർ ഇൻ ഇന്ത്യയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഫസ്റ്റ് മൊഡ്യൂളിലുള്ളത്. നമുക്ക് ടോട്ടൽ 4 മൊഡ്യൂൾസ് ആണ് പഠിക്കുവാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷൻ ടു ദ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ആൻഡ് ജെൻഡർ ഹിസ്റ്ററി. ജെൻഡർ എന്ന കൺസെപ്റ്റിനും ജെൻഡർ ഹിസ്റ്ററിയുടെയും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ വുമൻസ് ഹിസ്റ്ററി ആൻഡ് ജെൻഡർ ഹിസ്റ്ററി. വുമൻസ് ഹിസ്റ്ററിയുടെയും ജെൻഡർ ഹിസ്റ്ററിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വുമൻസ് ഹിസ്റ്ററി നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. നമ്മൾ സബാൾട്ടൻ ഹിസ്റ്ററി, വുമൻസ് ഹിസ്റ്ററി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചരിത്ര രചനയാണ് ഈ വുമൻസ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നൊക്കെ പറയുന്നത് അല്ലേ. കഴിഞ്ഞ സെമ്മിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പം ഈ വുമൻസ് ഹിസ്റ്ററിയും ജെൻഡർ ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതാണ് സെക്കൻഡ് ടോപ്പിക്ക്. തേർഡ് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ജെൻഡർ ഹിസ്റ്ററി സിൻസ് 1960s. 1960 വരെയുള്ള കാലഘട്ടത്തിലെ ജെൻഡർ ഹിസ്റ്ററിയുടെ ഡെവലപ്മെൻറ്റൽ ഫേസുകൾ എന്തായിരുന്നു, ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എന്തായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ഫോർത്ത് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ എപ്പിസ്റ്റമോളജി ഓഫ് ജെൻഡർ ആസ് എ സോഷ്യൽ ഡിവിഷൻ. എന്താണ് നമ്മുടെ ജെൻഡർ ആസ് എ സോഷ്യൽ ഡിവിഷൻ എന്ന് പറയുന്നത്? അതായത് അതിൻ്റെ ജ്ഞാനശാസ്ത്രം, ജെൻഡറിൻ്റെ ജ്ഞാനശാസ്ത്രം, സോഷ്യൽ ഡിവിഷനിലുള്ള ജ്ഞാനശാസ്ത്രം എന്താണെന്നാണ് പറയുന്നത്. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനശാസ്ത്രം എന്നാണ് പറയുക. ദെൻ സിഗ്നിഫിക്കൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് അസ്യൂമിങ് എ ജെൻഡേർഡ് ഹിസ്റ്റോറിയോഗ്രാഫി. ഒരു ജെൻഡേർഡ് ഹിസ്റ്റോറിയോഗ്രാഫി എഴുതുമ്പോഴുള്ള അല്ലെങ്കിൽ ആ ഒരു ജെൻഡേർഡ് ഹിസ്റ്റോറിയോഗ്രാഫി നേരിടുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ജെൻഡേർഡ് ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുവാനുള്ളത്. സോ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ പഠിക്കുവാനുള്ളത് എന്താണ്? ജെൻഡറിനെ ഡിഫൈൻ ചെയ്യുകയാണ്. ജെൻഡർ ഹിസ്റ്ററി ഇൻ ഇന്ത്യ എന്നുള്ളതാണ് മൊഡ്യൂളിന്റെ പേര്. സെക്കൻഡ് മൊഡ്യൂളിന്റെ പേര് ജെൻഡർ ഹിസ്റ്ററി ഇൻ ഇന്ത്യ. ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കുറച്ച് ടോപ്പിക്കുകളേ ഉള്ളൂ. ഡിഫൈൻ ജെൻഡർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജെൻഡറിനെ ഡിഫൈൻ ചെയ്യുന്നു. ദെൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ ഐഡന്റിറ്റീസ്. ജെൻഡർ ഐഡന്റിറ്റീസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുവാണ്? നമ്മൾ കാസ്റ്റിന്റെയും ക്ലാസിന്റെയും ബേസിൽ, എന്താണ് ജാതിയുടെയും വർഗത്തിന്റെയും ബേസിൽ എന്താണ് ജെൻഡർ ഐഡന്റിറ്റീസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് റെപ്രസെന്റേഷൻ ഓഫ് ജെൻഡർ ഇൻ വേദിക് ആൻഡ് നോൺ വേദിക് ലിറ്ററേച്ചർ. വേദിക് ആൻഡ് നോൺ വേദിക് ലിറ്ററേച്ചറിൽ ജെൻഡർ റെപ്രസെന്റേഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു എന്ന്. അതായത് നമ്മുടെ വൈദിക കാലഘട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വേദിക് പീരീഡ് ആൻഡ് നോൺ വേദിക് പീരീഡ്, ആ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ വർക്കുകളും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയേഴ്സിൽ. അപ്പം ഈ വർക്കുകളെ എങ്ങനെയാണ് ജെൻഡേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ജെൻഡർ ബേസിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്, എത്രത്തോളം ഈക്വൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് കൺസെപ്റ്റ് ഓഫ് ചാസ്റ്റിറ്റി ഇൻ ഇന്ത്യ. വേദിക് ആൻഡ് നോൺ വേദിക് പീരീഡിലെ ചാസ്റ്റിറ്റി, കൺസെപ്റ്റ് ഓഫ് ചാസ്റ്റിറ്റി
എന്തായിരുന്നു, കൺസെപ്റ്റ് എന്താണ്, അത് വേദിക് ആൻഡ് നോൺ വേദിക് പീരീഡിൽ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പം റെപ്രസെൻറ്റേഷൻ ഓഫ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ജെൻഡേഴ്സ് ഇൻ ഇന്ത്യൻ സൊസൈറ്റീസ്. ഇന്ത്യൻ സൊസൈറ്റീസിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് ജെൻഡേഴ്സിന്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയുള്ളതാണ്, എന്തൊക്കെയാണ് ഈ സൊസൈറ്റിയിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ പാട്രിയാർക്കി ആൻഡ് മാട്രിയാർക്കി. പാട്രിയാർക്കി മാട്രിയാർക്കി നമുക്ക് സുപരിചിതമായിട്ടുള്ള രണ്ട് വേർഡുകളാണ് അല്ലേ, മാറിപ്പോകരുത് ഒരിക്കലും കേട്ടോ. പാട്രിയാർക്കി എന്ന് പറയുമ്പോൾ എന്താണ്, പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷാധിപത്യം എന്നൊക്കെ പറയും. പുരുഷന്മാർക്ക് കുടുംബത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് ആധിപത്യം കൂടുതൽ അല്ലെങ്കിൽ അധികാരം കൂടുതൽ, പുരുഷാധിപത്യം. ദെൻ മാട്രിയാർക്കി. മാട്രിയാർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ത്രീ ആധിപത്യം അല്ലെങ്കിൽ മാതൃദായക്രമം എന്നൊക്കെ മലയാളത്തിൽ അതിന് വേർഡ്സ് പറയും. ഓക്കെ, സ്ത്രീ ആധിപത്യം. ഓക്കെ, മാട്രിയാർക്കി. അപ്പം പാട്രിയാർക്കി ആൻഡ് മാട്രിയാർക്കി, നോഷൻസ് ഓഫ് മാരേജ് ആൻഡ് സെക്ഷുവാലിറ്റി ഇൻ പ്രീ കൊളോണിയൽ ഇന്ത്യ. പ്രീ കൊളോണിയൽ ഇന്ത്യയിലെ മാരേജിന്റെ കാര്യത്തിലും സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലും നമ്മുടെ പാട്രിയാർക്കിയുടെയും മാട്രിയാർക്കിയുടെയും നോഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പം അടുത്തതാണ് ദേവദാസി, ഭോഗസ്ത്രീ. ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ പ്രീ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇവിൽ പ്രാക്ടീസുകളായിരുന്നു. ദേവദാസി സമ്പ്രദായം, ഭോഗസ്ത്രീ സമ്പ്രദായം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേരള ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് അല്ലേ. ഓക്കെ, അപ്പം ഇത്രയും ഇത്. അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് ഉണ്ട് ഈ സെക്കൻഡ് മൊഡ്യൂളിന് ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. ദെൻ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് സെക്കൻഡ് മൊഡ്യൂളിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ ദ ഡൈക്കോട്ടോമി ഓഫ് കുലസ്ത്രീ ആൻഡ് വേശ്യ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്താണ് കുലസ്ത്രീകളുടെയും വേശ്യകളുടെയും, ഡൈക്കോട്ടോമി എന്ന് പറയുമ്പോൾ ദ്വിമുഖം എന്നൊക്കെ പറയും, അതായത് ഡ്യുവാലിറ്റി കുലസ്ത്രീകളുടെയും ഇന്ത്യൻ സൊസൈറ്റിയിലെ ഈ കുലസ്ത്രീകൾക്ക് വേശ്യാസിനുമുള്ള ഒരു ദ്വിമുഖങ്ങൾ എന്തായിരുന്നു. ദെൻ ഡൈക്കോട്ടോമി ബിറ്റ്വീൻ പോളിയാൻഡ്രി ആൻഡ് പോളിഗാമി. അഗൈൻ നെക്സ്റ്റ് വന്നിട്ടുണ്ട് പോളിഗാമി ആൻഡ് പോളിയാൻഡ്രി. പോളിയാൻഡ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്ത്രീകൾക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരുള്ളത്. വൺ വുമൻ ഹാസ് മോർ ദാൻ വൺ ഹസ്ബൻഡ്. അതിനെയാണ് ഇതെന്ന് പറയുന്നത് പോളിയാൻഡ്രി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പോളിഗാമി എന്ന് പറയുമ്പോൾ എന്താണ്, പോളിഗാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, എ മാൻ ഹാസ് മോർ ദാൻ വൺ വൈഫ്. ദ്വിഭാര്യത്വം, ദ്വിഭർത്തൃത്വം എന്നൊക്കെ പറയല്ലേ, ഒന്നിലധികം ഭാര്യമാരുള്ള അവസ്ഥ എന്താണ്, ഒന്നിലധികം ഭാര്യമാർ ഒരു പുരുഷനുണ്ടെങ്കിൽ അതിന് പോളിഗാമി സിസ്റ്റം എന്നും, ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അതിനെ പോളിയാൻഡ്രി സിസ്റ്റം എന്നും പറയും. ഓക്കെ, അപ്പം ഈ ഡൈക്കോട്ടോമി ബിറ്റ്വീൻ പോളിയാൻഡ്രി ആൻഡ് പോളിഗാമിയുടെയും പോളിയാൻഡ്രിയുടെയും ഡൈക്കോട്ടോമി എന്താണെന്ന് നോക്കുന്നു. ദെൻ ഹിസ്റ്ററി ഓഫ് മദർഹുഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മാതൃത്വത്തിന്റെ ചരിത്രം എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അവിടുന്ന് നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ, തേർഡ് മൊഡ്യൂളിന്റെ പേരാണ് ഇന്ത്യൻ മോഡേണിറ്റി ആൻഡ് ജെൻഡർ. ഇന്ത്യൻ മോഡേണിറ്റി ആൻഡ് ജെൻഡർ. ജെൻഡറിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂസിൽ ഇന്ത്യൻ മോഡേണിറ്റിയുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ട് ജെൻഡറിൽ ഇന്ത്യയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ ഐഡന്റിറ്റീസ് ഇൻ മോഡേണിറ്റി. അതായത് ജെൻഡർ ഐഡന്റിറ്റി മോഡേണിറ്റിയിലേക്ക് എന്തെല്ലാം കൺസ്ട്രക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ഹിസ്റ്ററി ഓഫ് മോഡേൺ മാൻഹുഡ് ആൻഡ് വുമൻഹുഡ് ഇൻ ഇന്ത്യ. എന്താണ്, ആധുനികവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള പുരുഷത്വത്തെയും അല്ലെങ്കിൽ സ്ത്രീത്വത്തെയും, ഇന്ത്യയിലെ പുരുഷത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും ഹിസ്റ്ററി എന്താണ്. ദെൻ കൊളോണിയൽ മൊറാലിറ്റി ആൻഡ് വേരിയസ് റെസ്പോൺസസ്. കൊളോണിയൽ കാലഘട്ടത്തിലെ മൊറാലിറ്റി എന്താണ്, അതിനോടുള്ള റെസ്പോൺസുകൾ എന്തൊക്കെയായിരുന്നു. ദെൻ ഡ്രസ് കോഡുകൾ എന്തൊക്കെയായിരുന്നു. ദെൻ ചൈൽഡ് മാരേജ്, വിഡോ റീമാരേജ്. ചൈൽഡ് മാരേജ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരങ്ങളിലൊന്നായിരുന്നു ചൈൽഡ് മാരേജ്. അതുപോലെ തന്നെ സതി എന്ന് പറഞ്ഞൊരു ദുരാചാരം നിലനിന്നിരുന്നു. ഇതൊക്കെ നമ്മൾ എന്താണ്, നമ്മൾ സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിലും പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ഈ
നമ്മുടെ മെഡീവൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നിരുന്ന ഈവിൽ പ്രാക്ടീസുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം അതിനുശേഷം വിഡോ റീമാരേജ് ആക്ട് ഒക്കെ കൊണ്ടുവന്നു. വിഡോ റീമാരേജ് എങ്ങനെയാണ് നിലവിൽ വന്നത്? ഇത് ഈ കൊളോണിയൽ മൊറാലിറ്റിയുടെ ഭാഗമായിട്ട് വന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ ചൈൽഡ് മാരേജ് നിർത്തലാക്കി ഒക്കെ ചെയ്തു. ദെൻ വിഡോ റീമാരേജ് ഒക്കെ അതിനുള്ള ആക്ടുകളൊക്കെ പാസ്സാക്കി. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ജെൻഡർ ഐഡന്റിറ്റീസ് ഇൻ മോഡേൺ ഫാമിലി സിസ്റ്റംസ്. മോഡേൺ ഫാമിലി സിസ്റ്റത്തിലെ ജെൻഡർ ഐഡന്റിറ്റീസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയുള്ളതാണ്. ദെൻ masculinity and femininity in Indian society, social history. Masculinity and femininity in Indian social history. ഇന്ത്യയുടെ സാമൂഹിക ചരിത്രത്തില് പുരുഷത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും പ്രാധാന്യം എന്താണെന്നാണ്. മസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷത്വം എന്നാണ് അർത്ഥം. ഫെമിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീത്വം. പുരുഷത്വത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും പ്രാധാന്യം ഇന്ത്യൻ സോഷ്യൽ ഹിസ്റ്ററി, ഇന്ത്യൻ സാമൂഹിക ചരിത്രത്തിൽ എത്രത്തോളം ഉണ്ടെന്നാണ് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലേക്ക് വരുമ്പം കണ്ടംപററി ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ട്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെയിൻ കണ്ടംപററി ഇഷ്യൂസ് ആണ് ഇവിടെ പറയുന്നത്. അതായത് ജെൻഡർ ഇഷ്യൂസ്, ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ കൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന ഒരു കൺസെപ്റ്റ് എന്താണ്? ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടംപററി ഡിബേറ്റ്സ് ഏതൊക്കെയാണ്, ഇപ്പോൾ നിലനിൽക്കുന്ന കണ്ടംപററി ഡിബേറ്റുകൾ ഏതൊക്കെയാണ്? സോഷ്യൽ ഹെജിമണി ഓവർ ബയോളജിക്കൽ ഡിഫറൻസസ്, ബയോളജിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ ഹെജിമണീസ് എന്തൊക്കെയാണ്? ദെൻ വുമൺ ആൻഡ് റിലീജിയസ് പ്യൂരിറ്റി ഓർ ഇംപ്യൂരിറ്റി ഡിബേറ്റ്സ്, അതായത് സ്ത്രീകൾക്ക് എന്താണ് റിലീജിയസ് ഒരുപാട് പ്രകാരമായിട്ടുള്ള മതാചാരങ്ങളുടെ കാര്യങ്ങളിൽ വരുമ്പം സ്ത്രീകൾക്ക് എന്താണ് പ്യൂരിറ്റി വേണം, ഇംപ്യൂരിറ്റി, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് ഡിബേറ്റുകളൊക്കെ ഉണ്ട് അല്ലേ. എന്താണ് സ്ത്രീകൾ പീരിയഡ്സിന്റെ ടൈമിൽ സ്ത്രീകൾ എന്താണ് പ്യൂരിറ്റി ഇല്ലാത്തവരാണ്, അവർക്ക് അമ്പലങ്ങളിൽ പ്രവേശനമില്ല, പള്ളികളിൽ പ്രവേശനമില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് നോമ്പ് നോക്കുവാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ഡിബേറ്റുകൾ ഏതൊക്കെയാണ്, എന്തെല്ലാമാണ്, വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒരു കണ്ടംപററി ഇഷ്യൂയിൽ ഒന്നാണ്. ദെൻ ഇഷ്യൂസ് ഓഫ് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഇൻ ഇന്ത്യ, അതായത് പലതരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ്, പലതരത്തിലുള്ള ജെൻഡേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിലും പലതരത്തിലുള്ള ജെൻഡേഴ്സ് ഉണ്ട്. ലെസ്ബിയൻസ് ഉണ്ട്, ഗേ, ബൈസെക്ഷൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഇതുപോലെയുള്ള പല ജെൻഡേഴ്സിന്റെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഏതൊക്കെയാണ്? ദെൻ ഡിലിമിറ്റേഷൻസ് ഓഫ് വുമൺ ആസ് ബോഡീസ്, എന്താണ്, അതായത് വുമൺ ആസ് ബോഡീസ് അവർ നേരിടുന്ന ലിമിറ്റേഷൻസ് ഏതൊക്കെയാണ്? ദ പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് മെയിൽ സെന്റേർഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ, മെയിൽ സെന്റേർഡ് പ്രോസ്റ്റിറ്റ്യൂഷന്റെ പൊളിറ്റിക്കൽ എക്കോണമി എന്താണ്? ദെൻ ജെൻഡർ ഇൻഈക്വാലിറ്റി, എന്താണ് ജെൻഡർ ഇൻഈക്വാലിറ്റി, ലിംഗഭേദം, അതായത് ജെൻഡറിന്റെ പേരിൽ നേരിടുന്ന ഇനീക്വാലിറ്റീസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂളിൽ, കണ്ടംപററി ഇഷ്യൂസിന്റെ ഫോർത്ത് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കുവാനുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ എന്തൊക്കെ ടോപ്പിക്കുകളാണ്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് 4 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളതെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് എസ്സേ എഴുതുവാൻ നമ്മുടെ ജനറൽ എസ്സേ പേപ്പർ ഉണ്ടല്ലോ അല്ലേ, പ്രൈവറ്റുകാർക്ക് ജനറൽ എസ്സേ പേപ്പർ ഉണ്ട്. ജനറൽ എസ്സേയുടെ കാര്യത്തിൽ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ ജെൻഡർ ഇഷ്യൂസ് ബേസ് ചെയ്തിട്ട് എസ്സേ എഴുതുന്നത് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. കാരണം നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് എസ്സേ എഴുതുവാൻ സാധിക്കും അല്ലേ. അപ്പം നിങ്ങൾ നോക്കുക, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഈ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ മൊഡ്യൂൾ വൈസിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം സിലബസ്, നമ്മുടെ ജെൻഡർ ഇഷ്യൂസിന്റെ പ്രധാനപ്പെട്ട സിലബസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നമ്മൾ മറ്റ് സബ്ജക്റ്റുകളും ഇതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തുടങ്ങിയുള്ള ക്ലാസ്സുകൾ നെക്സ്റ്റ് ഡേയ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ വിസിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും കൃത്യസമയത്ത് നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കത്തുള്ളൂ. ആരും പഠനം 2 ദിവസത്തേക്ക് കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് നോക്കിയിരിക്കേണ്ട. എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ജെൻഡർ ഇഷ്യൂസ് ഒക്കെ നമ്മൾ കത്തുന്ന വിഷയങ്ങളാണ് അല്ലേ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമുള്ള വളരെ എഴുതുവാൻ താല്പര്യമുള്ള ഇഷ്യൂസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത് അല്ലേ. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയും. അപ്പം എല്ലാവരും നല്ല ചോരത്തലപ്പോടെ തന്നെ ഇരുന്നോളാം നമ്മൾ ഈ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.